ഹലോ എവ്രി വൺ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹാലോവീൻ ടൈമൊക്കെ പ്രമാണിച്ചിട്ട് ഡി എസ് ഇറൈ പ്രണവ് മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ള പടം ഇന്ന് റിലീസായിട്ടുണ്ട്. ഇന്ന് പ്രീമിയർ ആയിട്ടാണ് റിലീസ് അയക്കുന്നത്. എക്സാക്റ്റ് റിലീസ് ഡേറ്റ് 31 ആണ്. അപ്പോൾ ഈ ഫിലിമിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. പടത്തിലേക്ക് കടക്കാം. അതിൻ്റെ മുന്നേ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ടീം എന്ന് പറയുന്നത് ബ്രഹ്മയുഗം, അതുപോലെ ഭൂതകാലം ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തേക്കുന്നത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസും, അതുപോലെ വൈനോട്ട് സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പ്രൊഡക്ഷൻ ഹൗസാണ്. ഡയറക്ഷൻ ചെയ്തേക്കുന്നത്, ഡയറക്ഷനും സ്ക്രിപ്റ്റും കൂടെ ചെയ്തേക്കുന്നത് രാഹുൽ സദാശിവൻ. പുള്ളിയാണ് ഭൂതകാലത്തിൻ്റെയും അതുപോലെ ബ്രഹ്മയുഗമൊക്കെ ചെയ്തിട്ടുള്ള ആൾ. അതുപോലെ ഇതിൻ്റെ ക്യാമറാമാൻ ആണെന്നുണ്ടെങ്കിലും ഷഹനാദ് ജലാൽ, എഡിറ്റർ ഷഫീഖ് മുഹമ്മദ് അലി, മ്യൂസിക് ക്രിസ്റ്റോ സേവിയർ, ഇവരെല്ലാവരും ബ്രഹ്മയുഗം വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് ഈ ടോട്ടൽ ടെക്നിക്കൽ ടീം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ കാസ്റ്റ് എന്ന് പറയാൻ ഒരുപാട് ക്യാരക്ടേഴ്സൊന്നും ഇല്ല. എന്നാലും പ്രണവ് മോഹൻലാൽ, അതുപോലെ ജുബിൻ ഗോപിനാഥ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി, അതുപോലെ അരുൺ അജികുമാർ, പുള്ളി പടക്കളത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പയ്യനാണ്. ഇങ്ങനെ കുറച്ച് ആൾക്കാരുള്ളൂ, ഒരു സെറ്റ് ഓഫ് ആൾക്കാരുള്ളൂ ഫിലിമിൽ. പക്ഷേ മലയാള ഫിലിം നമ്മൾ മുന്നേ ഒക്കെ കണ്ടിട്ടുള്ള ഹോളിവുഡ് മൂവീസിൻ്റെ ആ ഒരു ടെക്നിക്കൽ ഡെപ്തിൽ പടങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ലൈക്ക് ഈ ഫിലിം ചെയ്തു വച്ചേക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. സംഭവം ഹൊറർ ജോൺറയിൽ വരുന്ന ഫിലിമാണ്. നല്ല രീതിക്ക് പേടിക്കാനുള്ള സംഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ അത് സർട്ടിഫിക്കറ്റ് ഉള്ള 18+ ആണ് ഈ ഒരു മൂവി. മൂവിയിലേക്ക് വരുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ലൈക്ക് ഇതിൽ 4 വീടുകൾ ഈ ഫിലിമിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് മെയിനായിട്ടുള്ളൊരു വീട്ടിലാണ് കുറേ സംഭവങ്ങൾ നടക്കുന്നത്. അതല്ലാതെ വേറെ കുറേ ഒരു വീട്, ഈ വീടുകൾ എടുത്ത് കാണിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട്, ഓരോ വീടും ഭയങ്കര ഭംഗിയായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു 1, 2, 3, 4, ഈ 4 വീടും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീടുകളാണ്. അതേപോലെ തന്നെ ഇതിൽ അഭിനയിച്ചേക്കുന്ന ഓരോ ക്യാരക്ടേഴ്സും, ലൈക്ക് പ്രണവ് മോഹൻലാൽ ഒരു ലീഡ് ക്യാരക്ടർ ആണെന്നുള്ള രീതിയിലല്ല. ലൈക്ക് ഈ ഫിലിമിലെ ഈച്ച് ആൻഡ് എവ്രി വൺ ഓരോ പോർഷൻ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ പുള്ളിയുടെ ആ ഒരു പോർഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് ആക്ടിങ് ബ്രില്യൻസ് കാണിക്കാനുള്ള സംഭവങ്ങളൊന്നും ഈ പടത്തിലില്ല. പക്ഷേ നല്ല ഭംഗിയായിട്ട് ചെയ്യേണ്ട സീനുകളൊക്കെ ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ പാളും എന്നുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാണ്ട് പോയി കണ്ടു കഴിഞ്ഞാൽ, ലൈക്ക് മീൻസ് ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ മേലെ ഫിലിം തരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ കണ്ടപ്പോൾ എനിക്ക് അത്രയും തിയേറ്ററിൽ ഇരുന്നിട്ട് ലൈക്ക് പേടിപ്പിക്കാനുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ആൻഡ് ഈ ഒരു മൂവി എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റേതായ ആ രീതിയിൽ തന്നെ അതിൽ കുറച്ച് ഫിക്ഷണൽ കോണ്ടൻറ്റ്സ് ആഡ് ചെയ്തിട്ടാണ് മൂവി ചെയ്തു വച്ചേക്കുന്നത്. അപ്പോൾ അതേപോലെ എടുത്തു പറയേണ്ട കാര്യം, പ്രണവ് മോഹൻലാലിൻ്റെ ആക്ടിങ് വളരെ ഭംഗിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഇതുവരെ കിട്ടിയിട്ടില്ല. ലൈക്ക് പുള്ളിക്ക് നല്ല രീതിക്ക് അഭിനയിക്കേണ്ട കുറേ സാധനങ്ങൾ അത് പുള്ളി നല്ല പിടിപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പടത്തിൽ. അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള ജിബിൻ ഗോപിനാഥ് എന്ന് പറഞ്ഞ പുള്ളീനെ ഈ ഫിലിമിൽ ആദ്യം കാണിക്കുമ്പോൾ തന്നെ ആ പുള്ളിയുടെ മുഖത്തുള്ള ഒരു മിസ്റ്റിക് ആയിട്ടുള്ള കുറേ സംഭവങ്ങളും എക്സ്പ്രഷൻസും കാര്യങ്ങളും, അതേപോലെ പടക്കളത്തിൽ അഭിനയിച്ചിട്ടുള്ള ആ പയ്യനുണ്ട് അരുൺ അജികുമാർ എന്ന് പറഞ്ഞിട്ട്. പുള്ളി അധികമൊന്നുമില്ല പടത്തിൽ, ഏകദേശം ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഉള്ളൂ. പക്ഷേ പുള്ളിയുടെ ക്യാരക്ടർ, പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ സട്ടിലായിട്ട് ഇങ്ങനെ ടക്ക് 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 എന്ന് പോകുന്ന സംഭവങ്ങളാണ്. പിന്നെ മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം, ഈ പടത്തിലെ ടെക്നിക്കൽ സൈഡ് പറയുമ്പോൾ ഇതിൻ്റെ ഷോട്ടുകൾ വെച്ചേക്കുന്നതാണെങ്കിലും കളർ ഗ്രേഡിങ് ആണെന്നുണ്ടെങ്കിലും അതിനെ ബ്ലെൻഡ് ചെയ്യിക്കുന്ന മ്യൂസിക് ക്രിസ്റ്റോ സേവിയർ ഭയങ്കര കിടിലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പടം അത്യാവശ്യം നല്ല ലാഗാണ്, പക്ഷെ എനിക്ക് ഫസ്റ്റ് ഹാഫ് പെട്ടെന്നായ പോലെയാണ് തോന്നിയത്. പക്ഷെ പടം ഒരു സ്ലോ പേസിലുള്ള മൂവിയാണ്. പക്ഷേ ഇൻസ്റ്റൻ്റായിട്ട് വരുന്ന സൗണ്ട് എഫക്ട്സും അതുപോലെ ആ ഒരു ഷോട്ട് ചേഞ്ച് ചെയ്യുന്നതും അതൊക്കെ നമുക്ക് മീൻസ് ആ സ്റ്റോറി നമ്മളെ കണക്ട് ചെയ്യിക്കുന്നതും ആ ഒരു ഹൊറർ ഫീലും ആ ഒരു ത്രില്ലർ സംഭവങ്ങൾ കൊടുക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൽ. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് ഈ ആക്ടിങ് പോർഷനൊക്കെ കിടലനായിട്ടാണ് ഇവർ ഓരോ ക്യാരക്ടേഴ്സും ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിലിം എന്തായാലും ഒരു തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു കിടിലൻ മൂവി തന്നെയാണ്. പ്രണവ് മീൻസ് ചെയ്തേക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള മൂവി. ഇപ്പോൾ
റിലീസായേക്കുന്നതാണ്. ഇതിൻ്റെ ആക്ച്വലി ഇത് തിയേറ്ററിൽ തന്നെ പോയിരുന്ന് നിങ്ങൾ കാണണം. എന്നാലാണ് അതിൻ്റെ ഒരു ആ ഒരു വലിയ സ്ക്രീനിൽ കാണുന്നതിൻ്റെ ആ സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പടം റിലീസ് ആയിട്ടുണ്ട്. എല്ലാവരും പോയിട്ട് കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു മൂവിയുടെ വിശേഷങ്ങളായിട്ട് വരുന്നത് വരേക്കും ബൈ.